ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനും നിനക്ക് രക്ഷപ്പെടാനും വേണ്ടി നീ എന്നെ ഒരു സംശയരോഗിയാക്കി മാറ്റുക. നീയും അവനും ചേർന്ന് പല ജീവിതങ്ങളും ഇല്ലാതാക്കുന്നുണ്ട്. അവനിപ്പോ ജാമ്യം കിട്ടിയതുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? പുറത്തിറങ്ങുമ്പോ തീർക്കണം എന്ന പദ്ധതി പൊളിഞ്ഞല്ലോ. അപ്പോ ഇനി അടുത്ത പ്ലാൻ നോക്കണം. ശിവദാസൻ അകത്തായാലും പുറത്തായാലും നമുക്ക് തീർത്തല്ലേ പറ്റൂ. ഒരു കണക്കിന് ജാമ്യം കിട്ടാത്തത് നന്നായി. അങ്ങനെ അവൻ പുറത്തിറങ്ങി നമ്മുടെ കൺവട്ടത്തുനിന്ന് നഷ്ടമായാൽ അവൻ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ അവനുള്ളത് 4 മതിൽക്കെട്ടുകൾക്കുള്ളിലാ. എങ്ങോട്ടോടിയാലും അതിനകത്തുള്ള ഓട്ടമേ കാണൂ. 14 ദിവസം നമുക്ക് കോടതിയായി തന്നെ സമയം തന്നിട്ടുണ്ട്. ആ 14 ദിവസം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത്, ഇന്ന് അവനു വേണ്ടി ഹാജരായ വക്കീലിന് നന്ദി പറയണോന്ന്. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഭദ്രേട്ടൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഹലോ സർ. ഇല്ല സർ, ജയിലിൽ എത്തിയിട്ടില്ല സർ. അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. എന്താ സർ? ആ ശരി സർ, അങ്ങനെ ചെയ്തോളാം. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ചെയ്തേ. ചിന്നിമോൾ എന്തോ കാര്യത്തിന് പുറത്തു പോയതാ. അവൾ ഇപ്പൊ ഇങ്ങെത്തും. ദേ, ഇതുപോലെ ആദ്യം പിടിച്ച നിനക്ക് വയ്യാതായത് വീണ്ടും നീ ഓരോന്ന് ആലോചിച്ച് അസുഖം വരുത്തി വെക്കല്ലേ. ആള് ഉഷാറായല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനായോ? ഞാൻ പറഞ്ഞില്ലേ ഇവളിങ്ങ് വരുമെന്ന്. അതിന് മാത്രം ഇപ്പൊ എന്ത് പറ്റി? നിന്റെ അമ്മയോട് തന്നെ ചോദിക്ക്. നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് ഇത്രയും നേരം വരെ സമാധാനം തന്നിട്ടില്ല എനിക്ക്. ആണോ അമ്മ? ഞാനൊരു കാര്യത്തിന് പുറത്തു പോയതല്ലേ, അത് നടന്നു. അതിന്റെ സന്തോഷത്തിലാ ഞാൻ. ഇനി അമ്മയ്ക്ക് സന്തോഷാവുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇന്ന് വൈകിട്ട് നമുക്ക് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവാം. ഇപ്പൊ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞതാ, അസുഖമൊക്കെ മാറി വീട്ടിൽ പോയിക്കോളാൻ. ഇനി വീട്ടില് പോയിട്ട് നല്ലോണം റെസ്റ്റ് എടുത്ത് സമയത്തിന് ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിക്കുമ്പോ എന്റെ അമ്മ പഴയതുപോലെ മിടുക്കിയാവും. അല്ലേ ചന്ദ്രമ്മേ? പിന്നല്ലാതെ. ഇനി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും ഒന്നിനെ കുറിച്ചും ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്കൊരാവശ്യം വന്നാ ഞങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതുപോലെ എപ്പോഴും ഞങ്ങളുണ്ടാവും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ നരേന്ദ്ര. ഇനി അതില് മറ്റൊരാലോചന ഇല്ലെന്നും ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിനക്കെന്താ അയാളുടെ കാര്യത്തിൽ ഇത്ര വാശി? നീ ഇപ്പൊ വയ്ക്ക്.
ഞാൻ വിളിക്കാം. എന്നെ കണ്ടതുകൊണ്ട് നീ കോളൊന്നും കട്ട് ചെയ്യണ്ട. വേണേൽ ഞാൻ മാറി തന്നേക്കാം. എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഫോണിന്റെ അപ്പുറത്ത് ആരാണെന്ന്. അവനല്ലേ? ഓ, നരേന്ദ്രൻ. അതെ, നരേന്ദ്രൻ തന്നെയായിരുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? എനിക്ക് അവനോട് സംസാരിച്ചൂടെ? നീ അവനോട് സംസാരിക്കുന്നതിൽ എനിക്കെന്താ? പക്ഷേ എന്നെ കാണുമ്പോ നീ നിന്നെ കോള് കട്ട് ചെയ്യുന്നത്. നിനക്ക് സംസാരിച്ചൂടെ? അതെങ്ങനെ സംസാരിക്കും? നിങ്ങൾ കേൾക്കാൻ പാടില്ലാത്തതല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത്? അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. വേറെ പലതും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു മനസ്സിലായെന്ന്? നിങ്ങൾ എന്താ ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഞാനും അവനും തമ്മില് വേറെ ബന്ധമുണ്ടെന്നോ? അതാണോ നിങ്ങളുടെ ഉള്ളിൽ? എങ്കിലത് തുറന്ന് എന്നോട് ചോദിക്കണം. അല്ലാതെ ഓരോന്നും മനസ്സിൽ വെച്ചിട്ട് അവിടെയും ഇവിടെയും തൊടാതെ കുത്തി കുത്തിയുള്ള വർത്തമാനം എന്നോട് പറയരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാനത് ഒരു വരിയിൽ പറഞ്ഞു തീർത്തു തരാം. ഞാൻ കുറച്ച് നേരത്തെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രന്റെ പ്രായത്തിൽ ഒരു മോൻ എനിക്കുണ്ടാകുമായിരുന്നു. ഇതിനപ്പുറം നിങ്ങളുടെ സംശയത്തിന് എനിക്കൊരു മറുപടി തരാനില്ല. അത്രയും നെറികെട്ടവളായിട്ട് ജീവിക്കാൻ ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല. സ്വന്തം കുറ്റം ശരിയാണെന്ന് സ്ഥാപിക്കാൻ മറ്റുള്ളവരെ പഴി ചാരരുത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാ ആയിക്കോ. മറ്റുള്ളവരെ കൂടി അതിലേക്ക് പിടിച്ചിടരുത്. അപേക്ഷ. നീ ഇപ്പൊ പറഞ്ഞതിൽ ഒരു സംശയവും എനിക്കില്ല. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. അത് നിനക്കും അറിയാം. ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനും നിനക്ക് രക്ഷപ്പെടാനും വേണ്ടി നീ എന്നെ ഒരു സംശയരോഗിയാക്കി മാറ്റുക. നീയും അവനും ചേർന്ന് പല ജീവിതങ്ങളും ഇല്ലാതാക്കുന്നുണ്ട്. നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്ന പലതും ഞാൻ അറിയുന്നുണ്ട്. പണത്തിന് മുൻതൂക്കം കൊടുത്ത് മറ്റുള്ളവരുടെ കണ്ണീര് വെച്ചുള്ള നിങ്ങളുടെ ഈ കളി അവസാനിപ്പിച്ചോണം. ഞാൻ കണ്ണടച്ചു എന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതരുത്. കൂടുതൽ അഹങ്കാരം കൊണ്ട് വന്നാ ഇവിടെ പിടിച്ച് പൂട്ടിയിടും ഞാൻ. നിന്റെ ബിസിനസ് കോപ്പമൊക്കെ അതോടെ തീരും. പറഞ്ഞേക്കാം.